കണ്ണൂർ ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം മഴ കനത്തു. പലയിടത്തും രൂപപ്പെട്ട വെള്ളക്കെട്ടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയത് താൽക്കാലിക ആശ്വാസമാണ്. പാനൂർ മനയത്തുവയലിൽ ഒഴുക്കിൽപ്പെട്ട KSEBയുടെ വാഹനം പുറത്തെടുത്തു. കണ്ണൂരിൽ മഴ വീണ്ടും ശക്തമാകുന്നു. മലയോരത്ത് മഴ കനക്കുകയാണ്. പുലർച്ചെയോടെ നേരിയ തോതിൽ ശമിച്ചിരുന്ന മഴ വീണ്ടും ശക്തമാകുന്നത് കെടുതികളുടെ ആഘാതം വർദ്ധിപ്പിക്കും. എളയാവൂർ, താഴേച്ചൊവ്വ, ചെങ്ങളായി, കുന്നോത്തുപറമ്പ്, കടവത്തൂർ, മട്ടന്നൂർ, വെളിയമ്പ്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇവിടങ്ങളിൽ അപകട സാഹചര്യങ്ങളുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെയോടെ മഴ മാറി നിന്നത് വെള്ളം ഒഴിയാൻ കാരണമായിരുന്നു. വീണ്ടും മഴ ശക്തമാകുന്നത് ഈ പ്രദേശങ്ങളിൽ വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. പാനൂരിൽ ഇന്നലെ രാത്രി തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ പോയി ഒഴുക്കിൽപ്പെട്ട KSEBയുടെ വാഹനം ശ്രമകരമായി പുറത്തെത്തിച്ചു. ചെറുപുഴ പെരുവാമ്പയിൽ പുഴയിൽ കാണാതായ സ്ത്രീയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ്. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഉച്ചവരെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നുവെങ്കിലും ഉച്ചയോടുകൂടി മഴ ശക്തിപ്പെടുകയാണ്. മലയോര മേഖലയിലാണ് കൂടുതൽ മഴ പെയ്യുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 262 കുടുംബങ്ങളെയാണ് അപകട സാഹചര്യമുള്ളതുകൊണ്ട് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 6ഓളം വീടുകൾ പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യവും കണ്ണൂരിലുണ്ട്. എന്തായാലും മഴ വീണ്ടും ശക്തമാവുകയാണ് കണ്ണൂരിൽ. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.